കോട്ടയം, ആലപ്പി, ഇടുക്കി, എറണാകുളം നമുക്കറിയാം. നമുക്ക് ടെക്നോളജിക്ക് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മുടെ നിലപാടുകളായാലും മാറണം. അതിനെ ഒരു കോർപ്പറേറ്റ് വൽക്കരണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇന്ന് നമ്മൾ AI യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് സയന്റിഫിക് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ഉള്ള ഒരു ഓഫീസ് എടുത്തിരിക്കുന്നതും. ആ രീതിയിലായിരിക്കും ഈ തവണ NDAയുടെ പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ അത് ഈ ഓഫീസ് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ സെൻട്രൽ ഗ്രാമങ്ങളിൽ വളരെയധികം അറ്റൻഷൻ കിട്ടും. അത് ഇവിടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇവിടെ മത്സരിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓഫീസ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു. ഇന്നിപ്പോ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഡൽഹിയിൽ നമ്മുടെ സീനിയർ ആയ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കിരൺ റിജിജു ഇവിടെ എത്തി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഓഫീസിന്റെയും ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്, എത്ര ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് അതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സാബുജിയും തുഷാർജിയും BJPയും മറ്റേ NDA ഘടകകക്ഷി എല്ലാവരും ഒരുമിച്ച് ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ഇതുവരെ കണ്ട ഒരു രാഷ്ട്രീയ സംസ്കാരം വിവാദ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് ഡിസ്കഷൻ മാറ്റാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ, നാടിന്റെ ഭാവി, ജനങ്ങളുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, അതായിരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒപ്പം ഇതുവരെ ഭരിച്ച കോൺഗ്രസും CPM ചെയ്ത തെറ്റും അവരുടെ ഫെയിലിയേഴ്സും ഞങ്ങൾ കൃത്യമായി ഷോക്കേസ് ചെയ്യും. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഒരു 45 ദിവസം ഞങ്ങളുടെ ക്യാമ്പയിൻ ശക്തമായി മുമ്പോട്ട് പോകും. വിവാദം സൃഷ്ടിക്കുന്ന കോൺഗ്രസും CPMന്റെ ആ വിവാദത്തെ പൊടിക്കാൻ അതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾ മുൻപിൽ വയ്ക്കും. നമുക്കറിയാം, കേരളത്തില് ഏതാണ്ട് 10-20 വർഷക്കാലം മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടർ വന്ന സമയത്താണെങ്കിലും ഇവിടെ എന്ത് യന്ത്രവൽക്കരണം കൊണ്ടുവന്നപ്പോഴും എന്നും എതിർക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാറുള്ളത്. അതെടുത്തു കഴിഞ്ഞ് അടുത്ത 10-15 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് ഇന്നത്തെ AI ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ഇന്നത്തെ ജനതയ്ക്ക് ആവശ്യമുള്ള രീതിയിലായിരിക്കും NDAയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും കരിവാരി തയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ എടുത്തുള്ള നയങ്ങൾ തുടങ്ങി. ഇന്ത്യയിൽ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ഒരു വികസനം എന്ന വലിയ മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ്. ജാതിയോ മതമോ മറ്റോ ഒന്നും അവിടെ കണ്ടിട്ടില്ല. ഈ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഇന്നുവരെ എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി കിട്ടുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർച്ച ഏറ്റവും വലിയ രീതിയിലേക്ക് പോയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷക്കാലം എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഭാഗമായി തന്നെയാണ് NDA ഇങ്ങനൊരു ഓഫീസ് തുടങ്ങുകയും അത് കേരളത്തിലെ ഇന്നത്തെ സാധാരണ ചെറുപ്പക്കാരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം. ഈ BJPയുടെയും സ്ഥാനാർത്ഥി ഈ സീനിയർ ലീഡേഴ്സ് മത്സരിക്കും. എങ്ങനെയാണ് അത് വരുന്ന ദിവസത്തിൽ അത് കൃത്യമായി ഞങ്ങൾ പറയും. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൃത്യമായിട്ട് നല്ല സമയം നോക്കി ഞങ്ങളെല്ലാം തീരുമാനിച്ച് പറയും. രാജ്യഘടകി കോൺഗ്രസ് നേതാക്കളെ നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റ് തെളിവില്ലാതെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് കോൺഗ്രസ് ഇപ്പോഴാണ് അത് പറയുന്നത്. ഞങ്ങൾ ഒക്ടോബർ 3 മുതൽ പറഞ്ഞത് എന്താണ്? CPM ഇവിടെ സർക്കാരും പോലീസിനെ ദുരുപയോഗിച്ചിട്ട് ഈ ഒരു കൊള്ള, ഈ ഒരു ക്രൈമിനെ ഒളിപ്പിക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അതല്ല നടന്നിരിക്കുന്നത്. 5 മാസം ഈ SIT അന്വേഷിച്ചിട്ട് ഇന്ന് എന്താണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്?
എല്ലാവർക്കും ബെയില്, പിന്നെ ആ അന്വേഷണം മന്ത്രിമാരുടെ ഡോർ സ്റ്റെപ്പിൽ പോകുമ്പോൾ പെട്ടെന്ന് തന്ത്രിനെ അറസ്റ്റ് ചെയ്തു. തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം എന്റെ ഒന്ന് പ്രസ് കോൺഫറൻസ് നിങ്ങൾ ഒന്ന് വായിച്ചു, ഒന്ന് കേൾക്കൂ. ഞാൻ എന്താ പറഞ്ഞു, BJP എന്ത് പറഞ്ഞു, NDA എന്ത് പറഞ്ഞു? ഇത് ശ്രദ്ധ തിരിക്കാനാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഹൈക്കോർട്ട് ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് തന്ത്രിന് ബെയില് വിടുമ്പോൾ ഇത് നിങ്ങൾ ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, എന്ത് ആലോചിച്ചിട്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? എന്തുകൊണ്ട് വാസവനും കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ജയിലിൽ പോയിട്ടില്ല? എന്താണ് അവരുടെ എതിരെ ഒരു FIR ഫയൽ ചെയ്യാത്തത്? 2 ദേവസ്വം മന്ത്രിമാർ ആരായിരുന്നു? ഒരു ദേവസ്വം മന്ത്രിന്റെ പിന്തുണ ഇല്ലാണ്ട് ഒരു ദല്ലാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അല്ല, നിങ്ങളെന്ന് ആലോചിക്കൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹം ഒരു ഫയല് അദ്ദേഹത്തിന്റെ അനുമതിയോ പെർമിഷൻ ഇല്ലാണ്ട് ഒരു ഫയല് ഇവിടെ ആർക്കും തൊടാൻ പറ്റില്ല. എന്നിട്ടാണ് ഇന്ന് പറഞ്ഞത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു. ഇതെല്ലാം ജനങ്ങളെ പൊട്ടന്മാരായിട്ട് കാണുന്ന CPM-ന്റെ ഒരു നിലപാടാണ്. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതാണ്. കാരണം അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. സെപ്റ്റംബർ 29 മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കൊള്ളയല്ല, ഇത് ക്രൈം അല്ല, ഇതൊരു വീഴ്ചയാണ്. അതെങ്ങനെയാണ് അദ്ദേഹം അന്ന് തീരുമാനിച്ചത്? അതെല്ലാം 5 മാസം കഴിഞ്ഞിട്ട് SIT ചെയ്യുന്നത്. എന്താണ് ഗോവിന്ദൻ മാഷ് 4 ദിവസം മുമ്പ് പറഞ്ഞത്? അല്ല, ശബരിമല ഇഷ്യൂ കഴിഞ്ഞു. ശബരിമല ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞത്? കൊള്ള നടന്നു, 4.5 കിലോ സ്വർണം കട്ടു. ഇന്നും ആരാണ് കട്ടത്? ആര് പിന്തുണയോടാണ് കട്ടത്? ഇന്ന് ആർക്കെങ്കിലും അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പോ ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്? ഇത് ഒരു കവറപ്പാണ്. പോലീസിനെ ദുരുപയോഗം ചെയ്ത്, സിസ്റ്റമിനെ ദുരുപയോഗം ചെയ്തിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന ഒരു തന്ത്രം CPM ഉപയോഗിക്കുന്നു. എന്നിട്ട് പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ഈ അസംബ്ലി സെഷനിൽ എന്തു പറഞ്ഞു? ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തോ? അവിടെ ഉള്ളിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു? തന്ത്രിനെ കുറിച്ച്, ഈ ശ്രദ്ധ തിരിക്കാൻ, ഈ തന്ത്രിന്റെ അറസ്റ്റിനെ കുറിച്ച് പറയാം. ഇപ്പോഴാണ് അവര് ഞങ്ങൾ ഈ ഉയർത്തി ഈ ഇഷ്യൂ മുമ്പോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അത് ചാടി പിടിക്കാൻ ശ്രമിക്കുന്നു. ഈ ഗോവിന്ദ മാഷ് അടിയാരെന്ന് പറയുന്നു, കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നു തന്ത്രി പെരുങ്കള്ളൻ പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിലേക്ക്. അല്ല, ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നത് കോർട്ട് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോവിന്ദ മാഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് ശ്രമിക്കണം. ഗോവിന്ദ മാഷ് ജഡ്ജും അല്ല. അതൊരു അജണ്ടയുടെ ഭാഗമാണ് ഇവര്. പിന്നെന്താ, കവറപ്പിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഒക്ടോബർ 3 മുതൽ പറയുന്നല്ലേ, എങ്ങനെയെങ്കിലും ഈ ഇലക്ഷന്റെ മുമ്പ് ശബരിമലയെ എങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു വലിയൊരു ശ്രമവും അധ്വാനമാണ്. അത് പാവം ഗോവിന്ദ മാഷ് എന്ത് ചെയ്യണം? അത് പുള്ളിക്കാരോട് പറയുന്നത് അത് പുള്ളിക്കാരൻ പറയും. ശ്രീ തന്ത്രിയുടെ കാര്യത്തിൽ ശ്രീ KS രാധാകൃഷ്ണൻ അദ്ദേഹം വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പുസ്തകാരനാണെന്ന് വെച്ചാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ. അല്ല, അത് ഞാനാണല്ലോ പാർട്ടിയുടെ പ്രസിഡന്റ്. ഞങ്ങളല്ലേ NDA. അപ്പോ NDAന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഇപ്പൊ മറ്റേ ഇൻഡിവിജ്വലിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു ഉത്തരം നിങ്ങൾ. പാർട്ടിന്റെ നിലപാടും NDAന്റെ നിലപാടാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത്. അത് ഇന്നല്ല, ഒക്ടോബർ 3 മുതൽ പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഒരു തന്ത്രമാണെന്ന് BJP എങ്ങനെ പറയാൻ കഴിയാം? ഹൈക്കോടതിയല്ലേ അതെല്ലാം നിരീക്ഷിക്കുന്നതും PSന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അതെങ്ങനെയാണ് സർക്കാരിന്റെ ഒരു തന്ത്രമായി മാറുക? ഞാൻ പറഞ്ഞതാണ്, SIT പോലീസല്ലേ. പോലീസ് കേസ് ഫയൽ ചെയ്യാതെ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ കോർട്ട് എന്താ പറയുന്നത്? ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അത് ഹൈക്കോടതിയല്ല പറഞ്ഞത്. ആരാണ് അറസ്റ്റ് ചെയ്തത്? SIT അല്ലേ അറസ്റ്റ് ചെയ്തത്? ആരാണ് SIT? കേരള പോലീസ് അല്ലേ. ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻ അല്ലേ. അതല്ലേ ഞങ്ങൾ പറഞ്ഞു. ഇതിൽ എന്തിനാ കോർട്ടിന് കൊണ്ടുവരുന്നു? ഞങ്ങൾ പറഞ്ഞത് SIT, ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് SIT ഞങ്ങൾക്ക് വിശ്വാസമില്ല.
തന്ത്രിയുടെ വക്കാലത്തേക്ക് അതല്ല ഇപ്പോ തെളിവായിട്ട് ക്ലിയർ ആയിട്ട് പുറത്തു വരുന്നു. തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയാണ് ബിജെപി കോൺഗ്രസ്. ഇല്ല, ഞാൻ നിയമസഭയിലാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം NDA നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം ഇന്നും പറഞ്ഞു. തന്ത്രിനെ ന്യായീകരിക്കാൻ BJP NDA ഇറങ്ങുന്നില്ല. അത് റൂൾ ഓഫ് ലോ, പ്രോസസ് ഓഫ് ലോ തീരുമാനിക്കും. ആരാണ് നിരപരാധി, ആരാണ് അപരാധി. അത് ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. പക്ഷെ SIT-യിൽ ആദ്യം മുതൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു. അതിന്റെ തെളിവായിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത് വിത്തൗട്ട്, ഞാൻ കോട്ട് ചെയ്യുന്നു, വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്. ഹൈക്കോടതിയല്ല, കൊല്ലം വിജിലൻസ് കോടതി അല്ല, കോർട്ട് പറഞ്ഞു വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്. ഈ കേസിന്റെ കാര്യം നോക്കുമ്പോൾ ഹൈക്കോടതി എല്ലാ ഘട്ടത്തിലും ഇതിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുക ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഇവിടെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ പറ്റി കേൾക്കണമെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം കർഷകയുമായ ഒരു സ്ത്രീ 5 വർഷം ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. എന്താണ് BJP ഒരു മറുപടി? ഞങ്ങൾ ആദ്യം BJP-യിലെ NDA ഇതിനെ കുറിച്ച് നിലപാട് ക്ലിയറാണ്. ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത CPM സർക്കാർ ഈ 2 മേഖലയിലും കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് പറഞ്ഞത് 75% ഗവൺമെന്റ് സ്കൂൾസ് അൺസേഫ് ആണെന്ന്. അതുകൊണ്ടല്ലേ കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് സ്കീം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നോക്കിയാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഹോസ്പിറ്റൽ തകർന്നു, രോഗികൾ അവിടെ എന്താ ഒരു സഫർ ചെയ്യുന്നു, ഡോക്ടർമാര് സമരത്തിൽ, നഴ്സുമാര് സമരത്തിൽ. അപ്പൊ ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയിലാണോ കഴിഞ്ഞ 10 കൊല്ലം ഈ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഈ സർക്കാരിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഇതിന്റെ ഇരകളാരാണ്? സാധാരണ കേരളീയൻ, സാധാരണ മലയാളികൾ. സജി ചെറിയടക്കമുള്ളവർ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനിയും വരും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. അത് നോക്കൂ, ഈ നമ്മളെ സാം പിട്രോള ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ സാം പിട്രോള, അദ്ദേഹത്തോട് 1984 റയറ്റ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് കോൺഗ്രസും CPM ഒരേപോലെ തന്നെയാണ്. അതെല്ലാം നടക്കല്ലോ. സ്കാം വരുമ്പോ, കപിൽ സിബൽ വരുമ്പോ അതെല്ലാം സീറോ ലോസ് അല്ലേ. ശബരിമല കൊള്ള നടക്കുമ്പോ മുഖ്യമന്ത്രി പറയും അതൊരു വീഴ്ചയല്ലേ. സാധാരണ പാവപ്പെട്ട മലയാളികൾ ആശുപത്രിയിൽ പോയി മരിക്കുമ്പോൾ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളല്ലേ. അതല്ലേ രാഷ്ട്രീയം ഇവര്. ഇതിനെ കുറിച്ച് 10 കൊല്ലം ഭരിച്ച CPM-ന് ഒന്നും പറയാനില്ല. 22 ലക്ഷം കോടി ആണ് ചെലവാക്കിയത് 10 കൊല്ലം. എന്നിട്ട് ഇന്ന് അവർക്ക് പറയാനുള്ളത് എന്താണ്? കേരള സ്റ്റോറി, മറ്റോരോരോ വിഷയങ്ങളെടുത്ത് വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഭരിച്ചു, നിങ്ങൾ ഭരിക്കുന്ന 10 കൊല്ലത്തിന്റെ റിപ്പോർട്ട് കാർഡ് മുമ്പിൽ വെക്കൂ, ജനങ്ങളുടെ മുമ്പിൽ വെക്കൂ. കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇല്ല, ഞാൻ കാണാനും പോകുന്നില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. കാണുന്നവര് കാണുക, കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണം. ഒരു എതിർപ്പുണ്ടല്ലേ? നിങ്ങൾ ചോദിക്കുന്ന കേരള സ്റ്റോറി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ചോദിക്കും. ഈ നാട്ടിലെ, ഈ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെല്ലാം അയച്ചു പഠിച്ചാണ്. അത് വട്ടാണോ അല്ലെങ്കിലും ആ ആർട്ടിക്കിൾ അപ്ലൈ ചെയ്യും. മൂവി ഉണ്ടാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഇല്ലീഗൽ ആണെങ്കിൽ കോർട്ട് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. പക്ഷെ മൂവി, ഒരു ചിത്രം ഉണ്ടാക്കാൻ അവകാശം എല്ലാവർക്കും ഉണ്ട്. കാണുന്നെങ്കിൽ കാണണ്ട, കാണണമെങ്കിൽ കാണണം. എമ്പുരാൻ റിലീസ് ചെയ്തപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് കാണാൻ താല്പര്യമില്ല, ഞാൻ കാണുന്നില്ല. പക്ഷെ മൂവി റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളത് പറഞ്ഞല്ലോ. ഓക്കെ, എതിർപ്പുണ്ടോ കേരള സ്റ്റോറിയുടെ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ട്, അപ്പൊ ഞാൻ കാണാൻ പോകുന്നില്ല. എനിക്ക് ദുരന്തം നല്ല പിക്ചർ, ഞാൻ ദുരന്തം കാണാൻ 2 തവണ കണ്ടിട്ടില്ല. കേന്ദ്രത്തിന്റെ അർഹമായ സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ശക്തമായി നിലനിൽക്കുകയാണ്. ഞാൻ BJP
നിലപാട് ഇന്ത്യയിലാണ്. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല ആ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തതനുസരിച്ച് കേരളത്തിലെ ഇപ്പൊ ഇതിന്റെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്, അതിന് എത്ര രൂപ വേണം, അതുമായിട്ട് കണക്ക് കൂട്ടുക. അപ്പൊ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആവശ്യമായിട്ട് ഫണ്ട് കൊടുക്കുന്ന അതിന് റിപ്പോർട്ട് കൊടുക്കണ്ടേ? കേരളം ചോദിക്കുന്നത് കൊടുക്കുന്നില്ലല്ലോ. മൂന്നാല് സെഗ്മെന്റ്സ് ആയിട്ടാണല്ലോ വരുന്നത്. ഓൾറെഡി ഇവിടെ ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ ഫണ്ടിന് അഡീഷണൽ ആയിട്ടാണ് പല ഘട്ടങ്ങളിലും പണം കൊടുക്കുന്നത്. അപ്പൊ അതിൽ എത്ര രൂപ ചെലവാക്കി, ഏതൊക്കെ കാര്യത്തിന് ചെലവാക്കി, എത്ര ഫണ്ട് വേണം, അതിനെ കുറിച്ച് ആദ്യം പറയട്ടെ, എന്നിട്ട് പറയാം. ചോദിച്ചു പണം കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞാൽ മതി. എന്നെ ചുമതലപ്പെടുത്തിയാൽ മതി.